വാട്ട് വെൻറ്റ് റൈറ്റ്. ഇന്ന് സ്റ്റേജിൽ കയറിയപ്പോൾ എന്തൊക്കെ കറക്റ്റായിട്ട് നടന്നു. വാട്ട് വെൻറ്റ് റോങ്. ഇന്ന് എന്തൊക്കെ എനിക്ക് തെറ്റി. 3, വാട്ട് നീഡ് ടു ബി കറക്റ്റഡ്. എന്തൊക്കെ അടുത്ത തവണ കയറുന്നതിന് മുന്നേ ഞാൻ കറക്റ്റ് ചെയ്യണം. പബ്ലിക് സ്പീക്കേഴ്സ് ആരാണ്? ഓരോ തവണ സ്റ്റേജിൽ കയറാൻ അവസരം കിട്ടിക്കഴിയുമ്പോഴും അവരെന്ത് ചെയ്യും? ഈ 3 ചോദ്യം ചോദിക്കും. ഇന്ന് ഞാൻ എന്താണ് എക്സലൻ്റ് ആയിട്ട് ചെയ്തത്? ഇന്ന് ഞാൻ എന്താണ് തെറ്റിച്ചത്? ഇനി ഞാൻ എന്താണ് മുന്നോട്ടുള്ള യാത്രയിൽ കറക്റ്റ് ചെയ്യേണ്ടത്? അടുത്ത തവണ സ്റ്റേജിൽ കയറുമ്പോൾ കറക്റ്റ് ചെയ്യേണ്ടത് എന്താണ്? വാട്ട് വെൻറ്റ് റൈറ്റ്, വാട്ട് വെൻറ്റ് റോങ് ആൻഡ് വാട്ട് നീഡ് ടു ബി കറക്റ്റഡ്. നിങ്ങളിൽ എത്ര പേര് ഇത് ചെയ്തിട്ടുണ്ട്? ആഫ്റ്റർ യുവർ പെർഫോമൻസ് ഓൺ സ്റ്റേജ്, പബ്ലിക് സ്പീക്കിങ്ങിൽ ഇംപ്രവൈസ് ചെയ്യാൻ, രക്ഷപ്പെടാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. നെവർ കമ്പയർ യുവർ സെൽഫ് വിത്ത് സംവൺ എൽസ്. മറ്റൊരാളുമായിട്ട് നിങ്ങളുടെ പെർഫോമൻസിനെ കമ്പയർ ചെയ്യാൻ പാടില്ല. കാരണം എന്താ? എൻ്റെ സ്കില്ലല്ല അജീഷിൻ്റെ സ്കില്ല്, അതല്ല സാദിഖിൻ്റെ സ്കില്ല്, അതല്ല ബബ്ലു സാറിൻ്റെ സ്കില്ല്. അപ്പോൾ എങ്ങനെ എനിക്ക് സാറുമായിട്ട് കമ്പയർ ചെയ്തിട്ട് കയറിപ്പോകാൻ പറ്റും? നോ. സാറിൻ്റെ അത്രയും മികച്ച സൗണ്ട് ആയിരിക്കത്തില്ല എനിക്ക്, അത്രയും വൊക്കാബുലറി എനിക്കുണ്ടാവത്തില്ല, അത്രയും മികച്ച ഒരു സ്റ്റേജ് പ്രസൻസ് എനിക്കുണ്ടാവത്തില്ല. ഇതൊന്നും ദീപക്കെ നമുക്ക് മറ്റൊരാളുമായിട്ട് കമ്പയർ ചെയ്ത് മെച്ചപ്പെടുത്താൻ പറ്റില്ല. ഇൻ പബ്ലിക് സ്പീക്കിംഗ്, കമ്പയർ യുവർ സെൽഫ് ഓൺലി വിത്ത് യുവർ പാസ്റ്റ് പെർഫോമൻസ്. കഴിഞ്ഞ തവണ സ്റ്റേജിൽ കയറിയതിനേക്കാൾ മികച്ച ഞാനാണ് ഇന്ന് കയറുന്നതെന്ന് മാത്രം ഉറപ്പുവരുത്തിയാൽ മതി. വിത്ത് മീ? അതല്ലാതെ അനിൽ സാർ അങ്ങനെ കാണിച്ചു, പപ്പേട്ടൻ ഇങ്ങനെ കാണിച്ചു, സുജിത്ത് ഇങ്ങനെ കാണിച്ചു, ദീപക് ഇങ്ങനെ കാണിച്ചു എന്നും പറഞ്ഞ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരിക്കലും പബ്ലിക് സ്പീക്കിങ്ങിൽ സക്സസ് ആവാൻ പറ്റില്ല. അതുകൊണ്ട് കമ്പയർ യു ഓൺലി വിത്ത് യുവർ സെൽഫ്.